പക്ഷേ ചൈനയുടെ ഭാഗത്ത് നേരത്തെ ഇവിടെ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ ചൈനയുടെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഇതിനിടയിൽ നടക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതിന് സ്ഥിരീകരണം വന്നിട്ടില്ല. 3 ബോയിങ് 747 വിമാനങ്ങൾ ചൈനയിൽ നിന്നും പുറപ്പെട്ടു. ഇത് വലിയ വിമാനങ്ങളാണ്. സാധാരണഗതിയിൽ സൈനിക ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാറുണ്ട്. ഈ വിമാനങ്ങൾ ലക്സംബർഗിലേക്ക് പോകുന്നു എന്നുള്ള ലേബലാണ് ഉള്ളതെങ്കിൽ തന്നെയും ലക്സംബർഗിലേക്ക് ഇത് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇത് എത്തിയിട്ടില്ല. ഇറാൻ്റെ വ്യോമപരിധിയിലെത്തിയപ്പോൾ ഇതിനെക്കുറിച്ച് പിന്നീട് വിവരങ്ങളൊന്നുമില്ല. ഇതാണ് അപ്പോൾ ഇത് ചൈനയിൽ നിന്നും ഇറാനിലേക്ക് ആയുധങ്ങൾ അല്ലെങ്കിൽ യുദ്ധസാമഗ്രികൾ എത്തിയോ എന്നുള്ള സംശയമാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇല്ലത്ത് നിന്ന് തിരിച്ചു അമ്മത്ത് എത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ ശൂന്യാകാശത്തിൽ തങ്ങി നിൽക്കാനും ആവില്ല. അപ്പോൾ എവിടെയാണ് അത് ലാൻഡ് ചെയ്തത്? ലാൻഡ് ചെയ്തു എങ്കിൽ ഇറാൻ്റെ എയർ സ്പേസിൽ വെച്ച് ഈ വിമാനങ്ങൾ റേഡാറുകളിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു എങ്കിൽ അത് ഗ്രൗണ്ടഡ് ആയിരിക്കാം. ആ വിമാനങ്ങളിൽ ആയുധങ്ങളായിരിക്കാം. ഇറാന് ആവശ്യമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാവാം, മിസൈലുകളാകാം, ആക്രമണ മിസൈലുകളോ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളോ ഒക്കെ തന്നെയാകാം. അതെല്ലാം അത്ര പെട്ടെന്ന് എത്തിക്കാവുന്നതാണോ എന്നത് മറ്റൊരു ചോദ്യം. പക്ഷേ റീപ്ലനിഷിംഗ് എന്നത് ആവശ്യമാണ് യുദ്ധത്തിൽ.